തിരുവോണ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രതിപട്ടികയിൽ സൈനികരും പൂർവ്വ സൈനികനായ ശരത് ഒന്നാം പ്രതിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകൻ രണ്ടാം പ്രതിയുമായാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൂക്കളത്തിൽ കാവിക്കൊടിയും ശിവജിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചതും കലാപം സൃഷ്ടിക്കാനെന്ന എഫ്ഐആറിൽ ശാസ്താംകോട്ട പോലീസാണ് പ്രദേശവാസികൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. CPM കോൺഗ്രസ് നേതാക്കളാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കിയാണ് പൂക്കളം തീർത്തത്. അതിൽ എങ്ങനെയാണ് ദേശവിരുദ്ധത വരുന്നത്, എങ്ങനെയാണ് വർഗീയത വരുന്നത്? എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്? അൽനമ്പ്യാർ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഈ അത്തപ്പൂക്കളത്തിലൊരു കാവി പതാകയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് 50 മീറ്റർ മാറി ഒരു ശിവജിയുടെ ചിത്രമുണ്ട്. ഇതൊക്കെ കലാപം സൃഷ്ടിക്കാനാണ് എന്നുള്ള രീതിയിലാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം, പാർത്ഥസാരഥി ക്ഷേത്രമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണന്റെ രഥത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന ഒരു ഭഗവ പതാക, അത് തന്നെയാണ് അത്തപ്പൂക്കളത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണ് കലാപം സൃഷ്ടിക്കുന്നത്? ആർക്കാണ് ഈ പതാക കാണുമ്പോൾ പ്രകോപനമുണ്ടാകുന്നത്? ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന, അതായത് ശത്രു രാജ്യത്തിന് തക്കതായിട്ടുള്ള തിരിച്ചടി നൽകിയ അഭിമാനത്തോടു കൂടി തന്നെ ഓരോ സൈനികനും കാണുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കി ഒരു അത്തപ്പൂക്കളം ഇടുന്നു. അതിന് സൈനികർ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഒരു അത്തപ്പൂക്കളം ഇടുമ്പോൾ രാവിലെ അവിടെ പോലീസ് എത്തി അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ താമരയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ കാവിക്കൊടി ഉണ്ടായിരുന്നു എന്നുള്ള കാരണങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയാണ് ആ പൂക്കളം അവിടെ ഇട്ടിരുന്നത്. ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. അവിടേക്കാണ് പോലീസ് എത്തി ആക്രോശവുമായി വന്നത്. പിന്നീട് അത് ഭീഷണിയിലേക്ക്, അതായത് കേസെടുക്കുമെന്നുള്ള ഭീഷണിയിലേക്ക് മാറി. പിന്നെയാണ് ഈ പൂർവ്വ സൈനികനായിട്ടുള്ള ശരത്തിനെതിരെയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകനെതിരെയും അതോടൊപ്പം 25 നാട്ടുകാർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ളത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളാണ്. ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കം നേതൃത്വം നൽകുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി. അവിടെയാണ് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായിട്ടുള്ള യുവാക്കൾ ഈ അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ആ ഒരു ബലത്തിൽ തന്നെയാണ് പോലീസും എത്തി തുടർ നടപടിയിലേക്ക് കടന്നത്. എന്തായാലും വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു അത്തപ്പൂക്കളം ഇട്ടതിന്റെ പേരിൽ ഈ സൈനികർക്കെതിരെ അടക്കം കേസെടുക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, അത് പലതരത്തിലുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നൊക്കെയാണ്. പക്ഷേ അവിടെ ചോദ്യം ഉയരുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചിഹ്നമാണ് അവിടെ ഉണ്ടായിരുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നത് രാജ്യത്തിന്റെയാണ്. അതോടൊപ്പം തന്നെ ആ ഭഗവ പതാക എന്നുള്ളത് അത് പാർത്ഥസാരഥിയുടെ ഒരു വിജയക്കൊടിയാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്ത ഒരു പൂക്കളം, ആ പൂക്കളത്തിൽ എന്താണ് ഇങ്ങനെ രാഷ്ട്രീയവത്കരിക്കാനുള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം വിവിധ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധ മാർച്ചും ഉണ്ടാകും. എന്തായാലും 25 നാട്ടുകാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള വിശ്വാസികൾക്കെതിരെയാണ് പോലീസിന്റെ ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. വിചിത്രമല്ല, അതിവിചിത്രമായ ഒരു FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രതിപട്ടികയിൽ സൈനികരും പൂർവ്വ സൈനികനായ ശരത് ഒന്നാം പ്രതിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകൻ രണ്ടാം പ്രതിയുമാണ്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൂക്കളത്തിൽ കാവിക്കൊടിയും ശിവജിയുടെ ഫ്ലക്സ് ബോർഡും വെച്ചതും കലാപം സൃഷ്ടിക്കാനെന്നാണ് ശാസ്താംകോട്ട പോലീസ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.